നമസ്കാരം. രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. അതേസമയം അമേരിക്കയുമായുള്ള സമാധാന ധാരണകൾക്ക് പിന്നാലെ ഇറാൻ തീരത്തേക്ക് ചരക്ക് കപ്പലുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ ദിനം തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് കനത്ത നഷ്ടമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുമായുള്ള സമാധാന ധാരണകൾക്ക് പിന്നാലെ ഇറാൻ തീരത്തേക്ക് ചരക്ക് കപ്പലുകൾ എത്തിത്തുടങ്ങി. 3 ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെ 5 കപ്പലുകളാണ് നിലവിൽ എത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്ഥിരീകരിച്ചു. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ കരാറിൽ വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഇരു രാജ്യങ്ങളും നേരിട്ട് ഔദ്യോഗികമായി ഒപ്പുവെക്കും. എന്നാൽ ഇത് അന്തിമ സമാധാന കരാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിലെ അവ്യക്തത, ഇറാന്റെ യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ പിൻവലിക്കുന്ന രീതി എന്നിവയിൽ പൂർണ്ണ സമവായത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾ നടക്കും. ലോകത്തിന് ആശ്വാസം പകർന്ന് ഹോർമുസ് കടലിടുക്ക് തുറന്നാലും കപ്പൽ ഗതാഗതം സാധാരണ നിലയിലെത്താൻ ആഴ്ചകളെടുക്കും. ഹോർമുസിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്താലേ വാണിജ്യയാത്രാ കപ്പലുകളുടെ പൂർണ്ണ തോതിലുള്ള നീക്കം പുനരാരംഭിക്കുകയുള്ളൂ. ഹോർമുസ് തുറന്നാൽ ആഗോളതലത്തിൽ ചരക്കു നീക്കം സാധാരണ നിലയിലെത്തും. വാർ റിലേറ്റഡ് റിസ്ക് സർചാർജ് എന്ന പേരിൽ ദുബായ് തുറമുഖത്തേക്കുള്ള 20 അടി കണ്ടെയ്നറിനും $2000 വരെ അധികമായി ഈടാക്കിയിരുന്നു. യുദ്ധ സാഹചര്യം ഒഴിവാക്കുന്നതോടെ ഈ നിരക്കുകളും താഴും. രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. NEET പേപ്പർ ലീക്ക് എന്ന പേരിൽ പ്രവർത്തിച്ച നിരവധി ചാനലുകൾ അടച്ചുപൂട്ടി. അതേസമയം ചോദ്യപേപ്പർ ലഭ്യമാക്കണമെന്ന വാഗ്ദാനം പൂർണ്ണമായും തട്ടിപ്പാണെന്ന് NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ വിൽപ്പനയ്ക്കെന്ന് വ്യാപക പ്രചാരണം ഉയർന്നതിനെ തുടർന്ന് വിദ്യാർത്ഥികളടക്കം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് വീണ്ടും ചോദ്യപേപ്പർ ചോർന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലും പ്രചരിച്ച സന്ദേശങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ PAB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സൗജന്യ യാത്രയ്ക്ക് ആരംഭം കുറിച്ച് തിങ്കളാഴ്ച KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായത് വൻ വർധന. കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച് 6 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാരാണ് അധികമായി ഇന്നലെ യാത്ര നടത്തിയെന്നാണ് കണക്ക്. തിങ്കളാഴ്ച KSRTC ഓർഡിനറി ബസ്സിൽ ആകെ യാത്ര ചെയ്തത് 13,29,938 സ്ത്രീകളാണ്. ഇതിൽ സീറോ ടിക്കറ്റ് യാത്ര ചെയ്തത് 7,83,115 വനിതാ യാത്രക്കാരാണ്. പദ്ധതി ആരംഭിച്ച് 10 മണിക്ക് മുമ്പേ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തവരാണ് ബാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 7,34,693 ആയിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 5,95,245 വനിതാ യാത്രക്കാരുടെ വർധനവാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. സീറോ ടിക്കറ്റ് ഇനത്തിൽ സർക്കാരിന് 1,59,56,801 രൂപയുടെ ബാധ്യതയാണ് തിങ്കളാഴ്ച മാത്രം ഉണ്ടാകുക. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ ദിനം തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് കനത്ത നഷ്ടം. ഇന്ധനത്തിനുള്ള കളക്ഷൻ പോലും കിട്ടിയില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. തൊഴിലാളികളുടെ വേതനം മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും കൃത്യം കണക്കുകൾ ഇന്നറിയാമെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. സർവീസ് നിർത്തി സമരം ചെയ്യുന്നത് പരിഗണനയിലാണെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്കടക്കമുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സർവീസ് ഇന്നലെയാണ് തുടങ്ങിയത്. തമ്പാനൂരിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കുള്ള ആദ്യ പ്രിയദർശിനി സർവീസിൽ യാത്രക്കാരായി മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു.
കഫ് സിറപ്പുകൾ വാങ്ങുന്നതിന് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതോടെ കടകളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന രീതി ഇല്ലാതാവും. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് കഫ് സിറപ്പുകൾക്ക് കുറിപ്പടി നിർബന്ധമാക്കിയത്. കഫ് സിറപ്പുകളുടെ സുരക്ഷിത ഉപയോഗവും പൊതുജനങ്ങളുടെ ആരോഗ്യവും ലക്ഷ്യമിട്ടാണ് പുതിയ നടപടി. കഫ് സിറപ്പ് കഴിച്ചതിന് പിന്നാലെ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും കുട്ടികൾ മരിച്ച് മാസങ്ങൾ പിന്നിടും മുമ്പാണ് കേന്ദ്രത്തിൻ്റെ ഈ നടപടി. കുട്ടികളുടെ മരണത്തിന് പിന്നാലെ സാധാരണയായി ഉപയോഗിക്കുന്ന കഫ് സിറപ്പുകളുടെ കാര്യത്തിൽ ആശങ്ക ഉയർന്നിരുന്നു. ഇതോടെയാണ് കഫ് സിറപ്പുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും കടുത്ത നിയന്ത്രണം വരുത്താൻ തീരുമാനമായത്. കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കിയ കരട് നിർദ്ദേശങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. സ്ലോവാക്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രീനാണ് മോദിക്ക് ബഹുമതി നൽകിയത്. 1.4 ബില്യൺ ഇന്ത്യക്കാർക്കുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ദൃഢപ്പെടുത്തുന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞു. ഭാവി തലമുറകൾക്ക് ഈ സൗഹൃദം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അംഗീകാരം പ്രചോദനമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒരു രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്ന 33ാമത് ആഗോള ബഹുമതിയാണിത്. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ആധാർ കാർഡുകൾ പൗരത്വം, താമസസ്ഥലം, ജനനതീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലം ഒരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലപാട് വ്യക്തമാക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കമായി. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എനുമറേഷൻ സൗകര്യം ലഭ്യമായി. ഈ മാസം 30-ാം തീയതി വരെ വിവരങ്ങൾ രേഖപ്പെടുത്താം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുക. പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ അടുത്ത 15 ദിവസത്തേക്കാണ് അവസരമുണ്ടാകുക. സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ നൽകാം. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു റഫറൻസ് നമ്പർ സന്ദേശമായി ലഭിക്കും. ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിൽ സന്ദർശനത്തിനെത്തും. ഈ സമയം നേരത്തെ സെൽഫ് എനുമറേഷൻ വഴി വിവരങ്ങൾ നൽകിയവർ തങ്ങൾക്ക് ലഭിച്ച റഫറൻസ് നമ്പർ മാത്രം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതി. 2ാം ഘട്ടമായി ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും നടക്കുക. സ്കൂളുകൾക്ക് പിന്നാലെ സംസ്ഥാനത്തെ കോളേജുകളിലും വിദ്യാർത്ഥികൾ കുറയുന്നത് അധ്യാപിക നിയമനത്തെ ബാധിക്കുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 1100-ലധികം അധ്യാപകരുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും വിധമാണ് വിദ്യാർത്ഥികളുടെ കുറവ്. UGC നിർദ്ദേശപ്രകാരം 2027 സർക്കാർ ഇറക്കിയ ഉത്തരവനുസരിച്ച് ആഴ്ചയിൽ 16 മണിക്കൂറെങ്കിലും ജോലിയുണ്ടെങ്കിലേ അധ്യാപക തസ്തിക അനുവദിക്കൂ. ഇല്ലെങ്കിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കണം. 2022 സർക്കാർ കണക്കെടുത്തപ്പോൾ 1062 അധ്യാപകർക്ക് 16 മണിക്കൂർ ക്ലാസ് എടുക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയിരുന്നു. സർക്കാർ കോളേജുകളിൽ 20 വിഷയങ്ങളിൽ 81, എയ്ഡഡ് കോളേജുകളിൽ 60 വിഷയങ്ങളിൽ 981 അധ്യാപകരാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 13,875 രൂപയായും പവൻ്റെ വില 1,11,000 രൂപയായും കുറഞ്ഞു. 18 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയിലും മാറ്റമുണ്ടായിട്ടുണ്ട്. ഗ്രാമിന് 11,400 രൂപയും പവന് 91,200 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 265 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തോമസ് ബേബിച്ചൻ ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.